Hi students, നമ്മൾ പരാബോളയുടെ ടാൻജന്റിനെ കുറിച്ച് കണ്ടു. ഇനി നോർമലിനെ കുറിച്ചാണ്. ഒരു പോയിന്റിലെ നോർമൽ എന്ന് വെച്ചാൽ ആ പോയിന്റിലുള്ള ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. ഇക്വേഷൻ ഓഫ് എ നോർമൽ. അപ്പം ഒരു പോയിന്റിലുള്ള ടാൻജന്റിൻ്റെ ഇക്വേഷൻ അറിയാം, അതിൻ്റെ നോർമലിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റുള്ള ടി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വൈ ടി ഈക്വൽ എക്സ് പ്ലസ് എ ടി സ്ക്വയർ ആണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടീം കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/t ആണ്. അപ്പോൾ നോർമലിൻ്റെ സ്ലോപ്പ് ഏതായാലും പ്രോഡക്റ്റ് -1 കിട്ടണമെങ്കിൽ -t ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ നോർമൽ അറ്റ് ടി എന്ന് പറയുന്നത് എന്തോ ആകുമെന്നറിയോ? ഇതങ്ങ് പഠിക്കുക. y പ്ലസ് tx ഈക്വൽ 2at പ്ലസ് at ക്യൂബ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് നോർമൽ അറ്റ് ടി എന്ന് പറയുന്നത് y പ്ലസ് tx ഈക്വൽ 2at പ്ലസ് at ക്യൂബാണ്. ഓക്കെ, ഇനി നമ്മൾ ടാൻജൻസിൻ്റെ രണ്ട് ടാൻജൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടു. അതേപോലെ തന്നെ രണ്ട് പോയിന്റിലുള്ള നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ആ പോയിന്റ് ഇക്വേഷൻ. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ വൺ പോയിന്റ് ആൻഡ് സ്ലോപ്പ് എം ഈസ് y മൈനസ് y1 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. അപ്പോൾ നമുക്ക് T1ലുള്ള നോർമലിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ നോർമലിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ T1ലുള്ള നോർമലിൻ്റെ ഇക്വേഷൻ y പ്ലസ് എക്സ് T1 ഈക്വൽ 2at1 പ്ലസ് at1 ക്യൂബും അതേപോലെ തന്നെ T2ലുള്ള എഴുതുന്നു. രണ്ടും കൂടെ സോൾവ് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ടും കൂടെ മൈനസ് ചെയ്തപ്പം എക്സ് കിട്ടി. ഇനി എക്സിൻ്റെ ഉത്തരം ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം y കിട്ടി. അപ്പോൾ എക്സും വൈയും കിട്ടി. അത് കോർഡിനേറ്റ് ആയിട്ട് എഴുതിയ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് നോർമൽസ് കിട്ടുന്നു. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇങ്ങനെ പരാബോളയുടെ ഓരോ ഇക്വേഷനും പോയിൻറ്റും ഇങ്ങനെ ഒരു ടേബിളായിട്ട് വരച്ച് വെക്കുക. എന്നിട്ട് എലിപ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുക. ഹൈപ്പർബോള പഠിക്കുമ്പോഴും റൈറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ പഠിച്ചു പോയാൽ കമ്പയർ ചെയ്ത് പഠിച്ച് പോയാൽ എളുപ്പമാണ്. ഇനി നോർമലിൻ്റെ പ്രോപ്പർട്ടീസ്. ഇൻ എ പരാബോള ദ സബ് നോർമൽ ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ സബ് ടാൻജൻറ്റ് എന്തുവെന്ന് പറഞ്ഞേ? ബൈസെക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ബൈസെക്ട് ദ വെർട്ടക്സ്. ഇവിടെ നിന്ന് സബ് നോർമൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ടി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള നോർമലാണ് ഈ ലൈന്. പി ജി എന്ന് പറഞ്ഞ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അവിടുത്തെ നോർമൽ. അപ്പോൾ ഇവിടുത്തെ സബ് നോർമൽ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ സബ് നോർമൽ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ എൻ ജി ആണ് ഇവിടുത്തെ സബ് നോർമൽ. ഓക്കെ, നമുക്കിനി അത് നോക്കാം. പി എൻ എന്ന് പറയുന്നത് y കോർഡിനേറ്റ് at the point P on the parabola and PG is the normal, then NG is called subnormal. ഇനി ടിയിലുള്ള നോർമൽ ഇക്വേഷൻ y പ്ലസ് എക്സ് ടി ഈക്വൽ 2at പ്ലസ് at ക്യൂബ് ആണ്. ഇനി ആ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന എക്സ് ആക്സിലാണ്. അവിടെ y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിനകത്ത് yക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 2a പ്ലസ് at സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2a പ്ലസ് at സ്ക്വയറും y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇനി എൻ ജിയുടെ ലെങ്ത്. എൻ ജിയുടെ ലെങ്ത് എന്ന് വെച്ചാൽ എ ജി മൈനസ് എ എൻ ആണ്. എ ജിയുടെ ലെങ്ത് മൈനസ് എ എന്നിൻ്റെ ലെങ്ത്. അപ്പോൾ 2a എന്ന് വെച്ചാൽ സെമി ലാറ്റസ് റെക്റ്റം എന്ന് വെച്ചാൽ ഒരു പരാബോളയുടെ ലാറ്റസ് റെക്റ്റം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് സെമി ലാറ്റസ് റെക്റ്റം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് സബ് നോർമലും കോൺസ്റ്റൻ്റ് ആണ്. ഇൻ എ പരാബോള ഇഫ് ദ നോർമൽ അറ്റ് പി മീറ്റ്സ് ദ ആക്സിസ് ഇൻ ജി ദെൻ എസ് ജി ഈക്വൽ എസ് പി. അപ്പോൾ നോക്കി, എസ് ജി എന്ന് വെച്ചാൽ എന്താണ്? എ ജി മൈനസ് എ എസ് ആണ്. അപ്പോൾ എ ജി എന്താണ്? ഈ ദൂരം എന്താണ്? 2a പ്ലസ് at സ്ക്വയർ ആണ്. എ എസ് എന്ന് പറഞ്ഞ ദൂരം എന്തോ? ഫോക്കൽ ലെങ്ത്, അത് എ ആണ്.
അപ്പോൾ എ പ്ലസ് എ ടി സ്ക്വയർ, അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ഇനി എന്തുകൊണ്ട് എസ് ടി ഈക്വൽ എസ് പി എന്നല്ലേ, അപ്പോൾ എസ് ടി കിട്ടി. ഇനി എസ് പി കണ്ടുപിടിക്കണം. എസ് പി എന്താ? എസ് പി എന്ന് പറയുന്നത് എസ് കോർഡിനേറ്റ് അറിയാം, പിയുടെ കോർഡിനേറ്റ് അറിയാം. അത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ കിട്ടി. അങ്ങനെ അത് ഈക്വൽ ആണെന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ നോർമൽ അറ്റ് എ പോയിന്റ് T1 മീറ്റ്സ് എഗെയിൻ അറ്റ് പോയിന്റ് T2, അതായത് T1ലുള്ള നോർമൽ T2ൽ മീറ്റ് ചെയ്താൽ പ്രൂവ് ദാറ്റ് T2 ഈക്വൽ മൈനസ് T1 മൈനസ് 2/T1. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പം ഇത് നോർമലാണ്, ഇത് കോഡാണ്, അതൊക്കെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് T1 ആൻഡ് T2 അത് ഇതാണ്, അതായത് കോഡിൻ്റെ ലെങ്ത്. ഇനി അത് നോർമൽ ആയതുകൊണ്ട് നോർമൽ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. അപ്പോൾ അത് രണ്ട് ഇക്വേഷൻ സെയിം ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു എന്താ അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇങ്ങനെ L1/L2 ഈക്വൽ M1/M2 ഈക്വൽ N/N2 ആ രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ അത് എഴുതുമ്പം ഇങ്ങനെ എഴുതാം. അങ്ങനെ T1 പ്ലസ് T2 എന്ന് പറയുന്നത് മൈനസ് 2/T1 എന്നും അതിൽ നിന്ന് T2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് T1 മൈനസ് 2/T2. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. അതേപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇഫ് ദ നോർമൽസ് അറ്റ് ദ 2 points ഓഫ് എ പരാബോള ഇന്റർസെക്ട് ഓൺ ദ കർവ് ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 8a² ആണെന്ന്. 2 പോയിന്റിലുള്ള നോർമൽസ് ആ കർവിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ, അതായത് പരാബോളയെ ഇന്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ രണ്ടിൻ്റെ വൈ കോർഡിനേറ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 8a² ആണ്. അപ്പോൾ T1ലും T2ലുള്ള നോർമൽ എഴുതി. ഓക്കെ, നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് T1ലുള്ള നോർമലും T2ലുള്ള നോർമലും T3യിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ T3യെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ രണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് രണ്ടിൻ്റെ റൈറ്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. T1 മൈനസ് T2 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് രണ്ട് സൈഡിലും വെട്ടിക്കളയാം. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ 2 ഈക്വൽ ടു T1 T2 എന്ന് കിട്ടി. അപ്പോൾ എന്താ കിട്ടി? T1 ഇൻറ്റു T2 എന്ന് പറയുന്നത് 2 ആണ്. ഇനി വൈ കോർഡിനേറ്റ് എന്തുവാ? 2a T2 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്തുവാ? 4a² T1 T2 ആണ്. ഇനി T1 T2 2 ആണ്. അപ്പോൾ 8a² എന്ന് കിട്ടി. ഇനി ഇൻ ജനറൽ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ജനറൽ 3 നോർമൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ഗിവൺ പോയിന്റ് ടു എ പരാബോള ആൻഡ് ദ സം ഓഫ് ദ ഓർഡിനേറ്റ്സ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ നോർമൽസ് ഈസ് 0. അതായത് HK എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, ആ പോയിന്റ് HK be any point in the plane of the parabola y² equal to 4x. Let T be the foot of the normal drawn from the given point. Tയിലുള്ള നോർമലിൻ്റെ ഇക്വേഷൻ അറിയാം. ആ നോർമൽ HKയിൽ പാസ് ചെയ്യുന്നത് കൊണ്ട് എന്തോ പറയാം, എക്സിൻ്റെ സ്ഥാനത്ത് H എന്നും വൈയുടെ സ്ഥാനത്ത് K എന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 3rd ഡിഗ്രി ഇക്വേഷൻ ഇൻ T ആണ്. അപ്പോൾ അതിന് 3 റൂട്ട് കാണും, T1 T2 T3. ഇനി ഈ ഓരോ റൂട്ട്, ഈച്ച് ഓഫ് ദീസ് റൂട്ട്സ് വെൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇക്വേഷൻ gives normal to the parabola passing through HK. So through any point HK 3 normals, real or imaginary, can be drawn to the parabola. ഇനി T1ഉം T2ഉം T3ഉം റൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ സമ്മ് എന്തോ B/A. ഇവിടെ T² ടേം ഇല്ലാത്തതുകൊണ്ട് 0. 2 വീതം ഉള്ളതിൻ്റെ C/A, 3 വീതമുള്ള പ്രോഡക്റ്റ് മൈനസ് D/A. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. ഇനിയും T1, T2, T3 ഈ 3ൻ്റെ ഓർഡിനേറ്റ് 2a T1, 2a T2, 2a T3 ആണ്. Therefore
ദ സം ഓഫ് ദ ഓർഡിനേറ്റ് ഓഫ് ദ ഫൂട്ട് ഇതിന് മൂന്നൂടെ കൂട്ടുമ്പോൾ 2a ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് T3 അത് 0 ആണെന്ന് കിട്ടി. അപ്പോൾ സമ്മ് 0 ആണെന്ന് പറയാം. ഇനി the condition for the normals T1 and T2 intersect at T3 on the parabola is T1 T2 is equal to 2. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. നമ്മൾ 8t സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പം പറഞ്ഞില്ലേ, അവിടെ നമ്മൾ പറഞ്ഞില്ലേ T1 T2 is equal to 2. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the equation to the locus of the point of intersection of two normals to the parabola y square is equal to 4x which is perpendicular to each other is the curve y square is equal to a into x minus 3a. അതായത് equation to the locus of the point of intersection of two normals which is perpendicular to each other. രണ്ട് പെർപെൻഡിക്കുലർ നോർമൽസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനുകളുടെ ലോക്കസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നോക്കാം, ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ ഫീറ്റ് ഓഫ് ദോസ് നോർമൽസ് ബി T1 ആൻഡ് T2. ഇനി ഇക്വേഷൻ ഓഫ് ദ നോർമൽ T1 ഉള്ള T2 ഉള്ള എഴുതുന്നു. ഇനി നമ്മൾ കണ്ടു അത് റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആണ്. അപ്പോൾ അതിൻ്റെ ഫൂട്ട് x1 x y1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള നോർമലിൻ്റെ ഫൂട്ട് T3 ആണ്. അപ്പോൾ T1 T2 T3 ഈ ഇക്വേഷൻ്റെ റൂട്ടായിരിക്കും നമ്മൾ മുമ്പേ കണ്ടത്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് y1/a ആണ്. T1 T2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ T3 എന്ന് പറയുന്നത് -y1/a ആണ്. ഇനി T3 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പം ഇങ്ങനെ കിട്ടി. T3 ഇസിക്കൽ ടു എന്ത് വരുന്നു, -y1/a അല്ലേ, അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതെല്ലാം എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കി വായിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അനലറ്റിക് ജോമെട്രി ശരിക്കും എഴുതി പഠിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഇതിനകത്ത് പഠിക്കുന്ന എല്ലാ ഇക്വേഷനും കൂടെ ഒന്നിച്ച് എഴുതി വെക്കുക ഓരോ ടേബിളിലായിട്ട്. എന്നിട്ട് അത് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻസും കുറേ പ്രാവശ്യം എഴുതി പഠിക്കുക.